അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നിങ്ങളെ മക്കൾ ആരെങ്കിലും ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളോ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് ഫുള്ളായിട്ട് കാണട്ടോ. നിങ്ങളെല്ലാം പ്രശ്നം എന്താ, മുടി കൊഴിച്ചിലായിരിക്കില്ലേ ഹോസ്റ്റലിലേക്ക് മാറിയപ്പോൾ. അപ്പോൾ അത് ഒരു പരിധി വരെ ഇപ്പോൾ ഞാൻ എൻ്റെ മോളെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് പല പല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും ഇതൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞത്. അപ്പം നമ്മളെ മോളിപ്പോൾ ഇൻറ്റേൺഷിപ്പ് 6 മന്ത്സ് കഴിഞ്ഞ് അപ്പോൾ ഇനി കോളേജിലേക്ക് തന്നെ പോവാട്ടോ. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് ആ ഒരു ഹോസ്റ്റലിൽ നമ്മൾ വന്ന് ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് ഇനിയിപ്പോൾ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്ക് മാറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. മെയിനായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുട്ടികൾക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈജീനിക്. കാരണം ഒരാൾ ഉപയോഗിച്ച ചീപ്പ് ഉപയോഗിക്കും, പില്ലോ ഉപയോഗിക്കും, അതുകൊണ്ടെല്ലാം ഡാൻഡ്രഫ് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ മെയിനായിട്ട് ഹോസ്റ്റലിൽ ഫുഡ് അധികം കുട്ടികൾക്കും പിടിക്കില്ല, അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം വരും. രണ്ടും കൊണ്ടാണ് മുടി കൊഴിച്ചിൽ ഇത്രയും കൂടുതൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് വരാൻ കാരണം. എൻ്റെ മോൾക്ക് എന്താണ് നല്ല മുടികളതേനു, ആ മുടിയെല്ലാം ഉള്ളെല്ലാം കൊഴിഞ്ഞ് ലെങ്ത്തെല്ലാം കുറക്കാൻ വേണ്ടി കുറേ ആയി ഓളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറയ്ക്കുകയും ചെയ്ത്. കാരണം പിന്നെ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറേ നാച്ചുറൽ റെമഡീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളവരിലൊന്ന് കയറിക്കണ്ടോ. അതിനൊന്നും കുറച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ഉള്ളിലേക്ക് കഴിക്കുകയും വേണം. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത് പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ചോക്കോ ബൂസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മോളെപ്പോഴും പറയും ഇവിടുത്തെ ചോക്കോ ബൂസ്റ്റിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ഷോപ്പ്, ചോക്കോ ബൂസ്റ്റ് കിട്ടുന്ന ഷോപ്പ് അവിടെ പണി നടക്കുന്ന കാരണം ക്ലോസ് ആക്കിയതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല, പിന്നെ ഒറിജിനൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അത്ര ടേസ്റ്റ് ഇല്ല. കാരണം അവിടുത്തെ ചോക്കോ ചിപ്സ് വേറെ തന്നെ ഐറ്റാണെന്നാണ് ഇവർ പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് തൊട്ട് ഇപ്പുറത്തുള്ള ഷോപ്പാണ്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ അത് കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കുറ്റിക്കാട്ടൂരിലാണ് അവൾ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഹോസ്റ്റലുള്ളത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നോളജ് സിറ്റിയിലേക്ക് അടിവാരത്തേക്ക് പോകണം. കുറച്ച് ദൂരം. ഇതാട്ടോ ഒറിജിനൽ ഷോപ്പ്. ഇവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്ലോസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മാക്ക് ചായയെല്ലാം വാങ്ങി വണ്ടിയിൽ കൊടുത്ത് ഞങ്ങൾ അതും കഴിച്ച് പോയി. ഉമ്മ ഇൻസുലിനെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം. അങ്ങനെ പിന്നെ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് ഈ ഫുഡിൻ്റെ എല്ലാം പറയാൻ കാരണം എന്ന് വെച്ചാൽ മോളിപ്പോൾ ഹോസ്റ്റലിൽ പോയി രാത്രിത്തെ ഫുഡൊന്നും എന്തായാലും എനിക്കറിയാം പിന്നെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിങ്ങനെ കഴിക്കുമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നല്ല ഹോട്ടലിൽ കയറി. നമുക്കങ്ങനെയാണല്ലോ, കുട്ടികൾ പോകുമ്പോൾ ഒരു ഇത്തിരി ടെൻഷൻ കൂടുതലായിരിക്കുമല്ലോ. അങ്ങനെ ഉമ്മാക്ക് മീൽസ് ഓർഡർ ചെയ്ത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള നല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് കൊടുത്ത്. കാരണം ഇനിയിപ്പോൾ എന്തായാലും അറിയാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഹോസ്റ്റലിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസങ്ങളെല്ലാം ഫുഡിൻ്റെ കാര്യം പക്ക. എന്നാലും ഒട്ടും പോക്കാണ്, തീരെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ. ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മസാല കാര്യങ്ങളെല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ മസാല വളരെ കുറവ് രീതിയിലുള്ള കറികളെല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. ഫുഡ് കഴിക്കൽ കുറവുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിന് പ്രഷർ ഡൗൺ ആവും, അങ്ങനത്തെ കാര്യങ്ങൾ. ഇടയ്ക്കിടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും, കാരണം നല്ല നല്ല ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് കഴിക്കണം എന്നല്ലേ പറഞ്ഞത്. ഞാൻ ഈ വീഡിയോയിൽ മെയിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 സംഭവങ്ങൾ ഹോസ്റ്റലിൽ സൂക്ഷിച്ച് കുട്ടികൾക്ക് എങ്ങനെ കഴിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക, അത്രയും റിസൾട്ട് കിട്ടി. ഞാൻ ഇപ്പോൾ ഹെൽത്ത് ശരീരഭാരം കുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മുടി കൊഴിച്ചിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഈ ഒരു പൊടി ഞാൻ കുടിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആ ഒരു ഇങ്ങനെ പറയുക തന്നെ നമ്മളിങ്ങനെ മുടി തൊടുകയൊന്നും വേണ്ട, തന്നെ ഊർന്ന് വരുന്നൊരു കണ്ടീഷനിലേനുള്ള അതൊക്കെ നിന്നിപ്പോൾ അത്യാവശ്യം മുടി ഭാരമ്പോൾ മാത്രമേ കുറച്ച് മുടി വരുന്നുള്ളൂ. ആ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് ഈ ഒരു പൗഡർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പൗഡർ മോൾക്കും കൂടി ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ആ ഒരു 2-3 വീഡിയോ ആണ്, 2 റെസിപ്പീസാണ് ഇതിലുള്ളത്. ഞാൻ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോന്നിങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയാൽ നിങ്ങളടുത്ത് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പറയാൻ കഴിയില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടി, ഇങ്ങൾക്കും റിസൾട്ട് കിട്ടിക്കോട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയാണ്, എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യം വീക്കെൻഡിൽ വീട്ടിൽ വന്നാൽ എങ്ങനെയെങ്കിലും ഈ സാധനങ്ങളിൽ ഒപ്പിച്ചെടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾ കഴിച്ച് നോക്കുക. എന്തായാലും പിന്നെ ഞാൻ പറയുന്ന കുറച്ച് ട്രിക്ക് ഉപയോഗിച്ചാൽ മുടീനടെ പിടിച്ചു നിർത്താൻ പറ്റും. പോയ മുടി ഒരിക്കലും തിരിച്ചു വരില്ല. അത് ആദ്യം ഓർമ്മിക്കണം കേട്ടോ. നമ്മൾ നഷ്ടപ്പെട്ട സംഭവം തിരിച്ചു വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് മോള് പഠിക്കുന്നത് കേട്ടോ, നോളജ് സിറ്റിയിൽ. മാർക്കസ് നോളജ് സിറ്റി എല്ലാവർക്കും അറിയായിരിക്കും. അവിടെയുള്ള എയിമറിലാണ് മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നിസ്കരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ ഇത് പിന്നെ പള്ളിയുടെ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നതും ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നൊരു സ്ഥലമാണ്. അധികം ആൾക്കും അറിയുന്നൊരു ഏരിയ ആയിരിക്കും. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ല ആംബിയൻസുള്ള നല്ലൊരു അടിപൊളി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഇവിടെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന ഉമ്മമാരോ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ ഈ ഒരു പൗഡർ നിങ്ങൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ബോൾസും ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ രണ്ടാൾക്കും മുടി എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ആൺകുട്ടികളുടെ കാര്യമാണ് പ്രത്യേകം പറയാം. പെൺകുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് അവർ ശ്രദ്ധിച്ചോളും. ബോയ്സ് മെയിനായിട്ട് ശ്രദ്ധ കുറവുണ്ട് അവർക്ക്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് മെയിനായിട്ട് ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തത് 1 കപ്പ് ആൽമണ്ടാണ്. ആൽമണ്ട് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സീഡ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. സീഡ്സ് എന്ന് പറഞ്ഞാൽ ഞാനിതിൽ മെയിനായിട്ട് ചേർക്കുന്നത് വാട്ടർമെലൺ സീഡ്, പിന്നെ പംകിൻ സീഡ്, പിന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ്, പിന്നെ അതോടൊപ്പം ചിയാ സീഡിൻ്റെ അളവ് കുറവാണേ വേണ്ടു. നമ്മൾ ഈ എടുത്ത സീഡിനെക്കാട്ടും അതിൻ്റെ കാൽഭാഗം മതി ചിയാ സീഡിൻ്റെ അളവ്. അതും കൂടി ചേർത്തിട്ട് പിന്നെന്താണ് നമ്മുടെ പൊട്ടുകടലയില്ല അത് 1/4 കപ്പിൽ 2 1/4 കപ്പ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ 1/2 കപ്പ് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് 1/4 കപ്പിൽ നിങ്ങൾക്ക് കാണിച്ചത്. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. നിങ്ങളില്ല ആദ്യം ആൽമണ്ട് കയ്യിൽ കിട്ടിയാൽ അതൊന്ന് പൊട്ടിച്ച് നോക്കട്ടോ. വേഗം പൊട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാത്തിൻ്റെ ഒപ്പം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ പൊട്ടി കിട്ടുന്നില്ലെങ്കിൽ ആദ്യം ഒന്ന് ആൽമണ്ടിനെ ഒന്ന് ചൂടാക്കണേ. ആൽമണ്ടിന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം ചൂടാകേണ്ട ആവശ്യം ഉണ്ടാവുമായിരിക്കും. എൻ്റേത് അങ്ങനെ വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ടത്. പ്രത്യേകിച്ച് ചിയാ സീഡെല്ലാം പെട്ടെന്ന് വറന്ന് കിട്ടും. അപ്പം നമ്മൾ ആൽമണ്ടിന് കുറേ സമയം വെക്കുമ്പോൾ എല്ലാം കൂടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം ആൽമണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കിയുള്ള പിന്നെ സീഡ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇത് അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. എന്തായാലും നിങ്ങൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെ പൊട്ടണം കേട്ടോ. പെട്ടെന്ന് ആൽമണ്ട് പൊട്ടിക്കിട്ടണം. അപ്പോൾ ഇത് എല്ലാം ഒന്ന് ചൂടായി നല്ല പുക വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. കുട്ടിയോട് രാവിലെയും രാത്രിയും പാല് കിട്ടുമെങ്കിൽ അതിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചോളാൻ പറ. ടേസ്റ്റൊന്നും നോക്കണ്ട. ലാസ്റ്റ് മുടി പോയിട്ട് ബിഗ് വെക്കുന്നതിൽ നല്ലത് ഇങ്ങനെ കുടിക്കുന്നതാണ്. അപ്പം നമ്മൾ 1 കിലോ ശർക്കര അതിന് സമം വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്യാൻ ഒരു സൈഡിൽ വെച്ച്, ഇപ്പുറത്തെ സൈഡിൽ നാഴിയരി എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് അരി ഞാൻ എന്താക്കുന്നുണ്ട് കഴുകിയിട്ട് നേരത്തെ അത് ഊറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം വാരി അത് നല്ലപോലെ ഒന്ന് ഇനി വറുത്തെടുക്കണം. 2 റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എല്ലാം വറുത്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമത്തേന് നമുക്കെല്ലാം വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വറുത്തെടുക്കലാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വായിക്കാനുണ്ട്. നമുക്ക് സീഡ്സെല്ലാം ഇപ്പോൾ എല്ലാം ഓൺലൈനിൽ വായിക്കാൻ കിട്ടുന്നുണ്ട്. ഓൺലൈനിനേക്കാൾ നല്ല ഏതെങ്കിലും നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ എന്താ പറയുക ഉള്ള ഷോപ്പിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ചോട്ടെ ആ സീഡെല്ലാം. ഞാനിപ്പോൾ തലശ്ശേരിയിലെ ഒരു മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്നാണ് ഈ സീഡ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏത് മാർക്കറ്റിലാണ് ഉള്ളത് അവിടെ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലൊക്കെ എല്ലാ സീഡ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ 1/2 കിലോ എള്ളും എടുത്തിട്ടുണ്ട്. ഇതും കഴുകി ഉണക്കിയതാണ്. അപ്പോൾ എള്ളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കഴുകി ഉണക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കുക. അരി കഴുകി ഉണക്കുക. നമുക്ക് കഴുകി ഉണക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കഴുകി ഉണക്കാം. അങ്ങനെ ഇത് നല്ല എള്ള് പിന്നെ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. കഴുകിയിട്ട് അന്നേരം വറക്കുമ്പം വറന്ന് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയോ അല്ലെങ്കിൽ ഫാൻ്റെ കാറ്റിന് ഉണക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എള്ള് പെട്ടെന്ന് വറന്ന് കിട്ടും നമുക്ക്. കാരണം ഇതിപ്പോൾ ചെയ്തൊരു ഉമ്മാക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും അമ്മക്കായാലും അല്ലേ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കായിരിക്കും മക്കൾക്ക് കൊടുത്തേക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എളുപ്പപ്പഴി പറഞ്ഞിരുന്നത്. കാരണം നമുക്കറിയാമല്ലോ ഒരു ദിവസത്തെ എന്തൊക്കെ റുട്ടീൻസ് ഉണ്ടെന്ന്. അപ്പോൾ 1/2 കിലോ അവിലിൻ്റെ പകുതി ആട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 കിലോ ഫുള്ളായിട്ട് വേണ്ട, പകുതി മതി. ഓൾറെഡി നമ്മൾ അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ കുറച്ച് ക്ഷീണിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് ശരിയില്ലെങ്കിൽ ഒക്കെ ഈ കുട്ടികൾ കുറച്ച് ഇത് കഴിച്ചിട്ട് 2-3 ബോൾസ് ഇത് കഴിച്ചിട്ട് വെള്ളം കുടിച്ചാൽ കഴിഞ്ഞ്. അപ്പം നമ്മൾ ആദ്യം വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ മിക്സിയിൽ നല്ലപോലെ ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കട്ടെ. തരിതരിപ്പ് പാടില്ലേ, നല്ല ഫൈനാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം. കുട്ടികൾക്ക് പാല് കലക്കിയിട്ടൊക്കെ കുടിക്കുമ്പോൾ അല്ലെ വെള്ളത്തിലായാലും കുടിക്കുമ്പോൾ ഒരു തരിതരിപ്പുണ്ടെങ്കിൽ അത്ര സുഖം കിട്ടില്ല. അപ്പോൾ നല്ലപോലെ പൊടിച്ചോളാം. എന്നിട്ട് ഞാൻ നല്ല ഉണങ്ങിയ ബോട്ടിലായിരിക്കണം. ഒക്കെ ശ്രദ്ധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ്, ബോട്ടിൽ, മിക്സി ഒക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. കാരണം കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യേണ്ടതാണ്. പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നനവ് പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു കാരണം ഈ മുടി കൊഴിച്ചിൽ. ഓൾറെഡി തൈറോയ്ഡ് ഉണ്ട്, അതിനോടൊപ്പം മുടി കൊയ്യുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം ഈ വെയിറ്റ് ലോസും കൂടി ആയപ്പോൾ നല്ല മുടി കഴിച്ചാൽ തന്നെ മുടി തൊടേണ്ട ആവശ്യമില്ല. തന്നെ ഇങ്ങനെ ഊർന്ന് വരുന്ന കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അപ്പോൾ ഒരു പരിധി വരെ എനിക്കത് നിൽക്കാൻ സഹായിച്ചൊരു പൗഡറാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ മുടി കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ എങ്കിലും ഒക്കെ ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ പോകണമെന്നൊന്നും ഇല്ലല്ലോ. വീട്ടിൽ നിന്നാലും നമുക്ക് മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്ക് ഇത് 2 നേരം കുടിക്കുക. ഈസിയാണല്ലോ, വീട്ടിലുള്ള ആൾക്ക് പ്രശ്നമില്ലല്ലോ. അപ്പം ഞാൻ ഇതിലേക്ക് 1.5 തേങ്ങ ചേർക്കുന്നുണ്ട്. 2 തേങ്ങ വരെ ചേർക്കാം കേട്ടോ. നമ്മൾ തേങ്ങ ചേർക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു റെസിപ്പി സോഫ്റ്റായി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങ കുറച്ച് ക്ഷാമമുള്ളതുകൊണ്ട് 1.5 തേങ്ങ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ല പോലെ ഇതൊന്ന്
ഗോൾഡൻ കളറാകുന്ന വരെ വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ച കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് സമയം ഒരു പ്രധാന ഘടകമാണല്ലോ. അപ്പം നമ്മൾ അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ മിക്സി കഴുകിയിട്ടൊന്നുമില്ലേ, നേരത്തെ പൊടിച്ച് അതേ മിക്സി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക. ഈ ഒരു അരിയും 2 ബാച്ചാക്കിയിട്ട് പൊടിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അവിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. അവിലും 2 ബാച്ചാക്കിയിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചെടുക്കുക. ആ ഒരു സമയത്ത് തേങ്ങനെ മറക്കാൻ പാടില്ല. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം മിക്സി ഞാൻ അടുത്ത് തന്നെയാണ് പൊടിച്ച് എടുക്കുന്നത്. ചിലപ്പോൾ ദൂരത്താണെങ്കിൽ മറന്നു പോകാൻ ചാൻസ് കൂടുതലാട്ടോ എനിക്ക്. അങ്ങനെ പിന്നെന്താണ് അവിലും പൊടിച്ചെടുത്ത്. പിന്നെ ഉള്ളത് എള്ളാണ്. എള്ളും നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വേഗം പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെ പൊടിയാത്ത പ്രശ്നമൊന്നുമില്ല. എൻ്റെ 2 ബാച്ച് എള്ളും ഉണ്ട്, ഒക്കെ പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇല്ല, അതിൽ നിങ്ങൾ 1 കപ്പ് ഈ പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. എന്നോട് മറന്നു പോയിട്ടുണ്ട് ഈ തേങ്ങ ആഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ. പിന്നെ ഞാനിതാ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട് തേങ്ങ. അപ്പോൾ വലങ്ങനെ ചിരണ്ടിയ തേങ്ങയാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തേക്കാം വറുക്കുന്നതിന് മുമ്പേ. ഇനിയിപ്പോൾ 2 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 കപ്പ് നിരക്കടല എടുത്തിട്ട് ഞാൻ വറുക്കുന്നുണ്ട്. നിരക്കടലക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഗീയിൽ വറുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്യുന്നതായോണ്ട് കേട്ടോ. നിരക്കടലക്ക് വേഗം ഒരു പദം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ലപോലെ ഗീയിൽ റോസ്റ്റ് ചെയ്യുക, ഒരു ഗോൾഡൻ കളറാകുന്നവരെ, എന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ടേസ്റ്റ് കൂട്ടാനും പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും 2 കൂടുതലുണ്ട് കേട്ടോ. ചില കുട്ടികൾക്ക് പിന്നെ അധികം ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ടേസ്റ്റ് വൈസും നന്നായാലേ അവർ കഴിച്ച് കിട്ടുള്ളൂ. വലിയ കുട്ടികളായിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ മക്കളെല്ലാം വായിക്ക് രുചി നോക്കിയിട്ടേ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ആരോഗ്യം നമ്മൾ പറയുമല്ലോ ഇങ്ങനെ ഇത് വേണം അത് വേണം എന്നാലും നന്നാവുള്ളൂ. പക്ഷെ അവർക്ക് അതൊന്നും തലക്ക് പോകുന്നൊരു ടൈമല്ല ഇത്. അപ്പോൾ ഗീയോട് കൂടി തന്നെ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ വീണ്ടും 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് ഞാൻ 1 കപ്പ് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ നല്ല സോഫ്റ്റ് ഈത്തപ്പഴമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തിട്ടില്ല. കുറച്ച് ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ നിങ്ങൾ മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഗീയിലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഞാനിത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളാണല്ലോ, അവരങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ കുറേ ദിവസം പുറത്ത് വെച്ച സംഭവം എടുക്കും, അതെന്തോ പൂപ്പലോ കാര്യങ്ങളോ വന്നിക്കൊന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുമല്ലോ. മക്കളല്ലേ, അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അവരുടെ കാര്യം നമുക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ നല്ലപോലെ ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ നിരക്കടലൊക്കെ എല്ലാ സൈഡിലും അങ്ങ് എത്തിപ്പോട്ടെ കേട്ടോ. എന്നാൽ ഓരോ ബൈറ്റ്സിലും നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് ഈത്തപ്പഴവും ഇതും ഒക്കെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ച ശർക്കര ഞാൻ അലിയിച്ചിന്. അപ്പോൾ 1 കിലോന് സമമായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ പകുതി ഒഴിച്ചിട്ട് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളം ചൂടുണ്ട് നമ്മുടെ ശർക്കര പാനിക്ക്, അങ്ങനെ ഓവറായിട്ട് തണുത്ത് പോയിട്ടില്ല കേട്ടോ. ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത്. കൈ കൊണ്ട് എനിക്ക് മിക്സാക്കാൻ പറ്റൂല, അതാണ് മെയിനായിട്ട് പറഞ്ഞത്, ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ മധുരം കറക്റ്റാട്ടോ. 1 കിലോ ശർക്കര നമ്മുടെ എടുത്ത ഒരു ഈത്തപ്പഴം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം ഇല്ലേ മിസ്സാക്കുന്നതാണെങ്കിൽ മധുരം ഇതെന്നെ മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓവർ മധുരം കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കേണ്ട. ചെറുതിലെ ഒരു മീഡിയം സൈസ് മധുരം കൊടുത്തിട്ട് നമ്മൾ കുഞ്ഞു മക്കളിലുള്ള ഉമ്മമാർ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ KG സെക്ഷൻ അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ഇപ്പോഴും തന്നെ നമ്മൾ മധുരത്തിൻ്റെ അളവങ്ങ് കുറച്ച് കളയുക കുട്ടികൾക്ക്. അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമുക്കൊന്നും അറിവില്ലായ്മ കൊണ്ട് ചെറുതിലെ കുറേ മധുരമൊക്കെ വാരി കഴിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ ഓവർ വെയിറ്റ് വന്നിട്ട് കുറക്കാൻ എന്തൊക്കെ വഴിയിൽ നിന്ന് ഇങ്ങനെ തപ്പി നടക്കേണ്ട ഗതികേടിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ മാക്സിമം നമ്മൾ മക്കളെങ്കിലും ആ ഒരു ഇതിൽ വളർത്തിയെടുക്കണമല്ലോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, എൻ്റെ കുട്ടികൾക്ക് ഒരുവിധം മധുരം ഇല്ലെങ്കിൽ കഴിക്കൂല. അത്യാവശ്യം ഈ ബോൾസ് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തണിയട്ടെ കേട്ടോ. തണിഞ്ഞതിന് ശേഷം ഈ ഒരു സമയത്ത് നല്ലപോലെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് ബോൾസാക്കി എടുക്കുന്നത് കേട്ടോ. എന്തായാലും തണിയാൻ വെക്കണം. ആ ഒരു സമയം കൊണ്ട് ശരിക്കും ഇത് ഒത്ത പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ശർക്കര പാനി ഒഴിച്ച സമയത്ത് തന്നെ നമ്മളിത് ബോൾസാക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടുണ്ട് ഒന്നാമത്, രണ്ടാമത് എന്തായാലും അത് ഭയങ്കര ലൂസായിട്ടാണ് ഉണ്ടാവുക, നമുക്ക് ബോൾസാക്കി എടുക്കാൻ കഴിയൂല. ഇപ്പോൾ ആണെങ്കിൽ നല്ലപോലെ തണുത്ത് ചൂടൊന്നുമില്ല. അതിനിപ്പോൾ നല്ല ഉണങ്ങിയ കൈ ആയിരിക്കണം കേട്ടോ. കൈമിൽ ഒരു വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. കൈ നല്ലോണം കഴുകി തുടച്ച് വന്നിട്ട് ബോൾസാക്കി എടുക്കുക കേട്ടോ. ഇങ്ങനെ ഓരോ ബോൾസാക്കി എടുക്കുക. അപ്പോൾ കുട്ടികളടുത്ത് പറയുക, ഒരു രാവിലെ 2 ബോൾസ് കഴിക്കുക, രാത്രി 2 ബോൾസ് കഴിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് കഴിക്കണം. എന്ത് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസം കഴിച്ച് 2 ദിവസം കഴിക്കാതിരുന്ന് 3-ാമത്തെ ദിവസം കഴിച്ചാൽ അപ്പോൾ നമുക്ക് എഫക്റ്റ് കിട്ടില്ല. എഫക്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന് നല്ലപോലെ വെള്ളം കുടിക്കുക. കുട്ടികളോട് പറയാം ഡെയിലി 1 ക്യാരറ്റ്
കഴിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ അടുത്ത് പറയുക. എല്ലാവർക്കും ഇപ്പോൾ പുറത്ത് പോയി സാധനം വാങ്ങിക്കാനോ അങ്ങനെയൊന്നും കഴിയണമെന്നില്ല. എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പം ബോയ്സിനായിരിക്കും. അവരധികം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താണ് അവരങ്ങനെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനത്തെ രാവിലെ പാല് ഒന്ന് വാങ്ങിയിട്ട് കാച്ചിയിട്ട് അതിൽ പൗഡർ ഇട്ട് കഴിക്കാനും പിന്നെന്താണ് കുറച്ച് സാലഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ അവർക്ക് ടൈം ഉണ്ടാവുമായിരിക്കും. അധികം ആൾക്കാരും ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഹെൽത്ത് ആരും നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ അധികം നമ്മൾ പെട്ടെന്ന് എങ്ങനെ കാര്യങ്ങൾ കഴിയാന്നുള്ള ചിന്തയിൽ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ എടുത്ത് വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ, എനിക്ക് ആ സമയത്ത് മറന്നു പോയത്. ഞാൻ രണ്ടാമത് എള്ള് അവിലും കുറച്ച് പൊടിച്ചിട്ടാട്ടോ ഇതിങ്ങനെ ഞാൻ പിന്നെ ഒന്ന് കവർ ചെയ്ത് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നൊന്നിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ബോട്ടിലിട്ട് നമ്മൾ കൊടുത്തയക്കുന്നതാണെങ്കിൽ ഒട്ടിപ്പിടിച്ച് പിന്നെ അത് പൊട്ടിപ്പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഇത് ഓപ്ഷനിലാണ്, എന്നാൽ ഇത് കൊടുത്തയക്കുന്നതാണെങ്കിൽ ഇത് ചെയ്യലാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കഴിക്കുന്നതാണ് കുഴപ്പമില്ല. ഇനിയിപ്പോൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ രാവിലെയും വൈകുന്നേരം കുട്ടികൾക്ക് ചായക്ക് ഇത് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ ഉപയോഗം കുറക്കാം. ഇവിടെയൊക്കെ ആണെങ്കിൽ ഡെയിലി ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് വേണം. 35 രൂപയാണ് ഒരു ബിസ്ക്കറ്റിന്. അതിലും ബെസ്റ്റാണ് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ആൽമണ്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇത് ചെയ്താൽ. ഇതെന്ന് വെച്ചാൽ പുറം ഭാഗം കുറച്ച് ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതായിരിക്കും. കൈകൊണ്ടൊന്നും അത്ര പെട്ടെന്ന് ഇതാക്കില്ല. നമ്മൾ പല്ലുകൊണ്ട് കടിച്ചാൽ പെട്ടെന്ന് കണ്ടില്ല പൊട്ടി കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഉള്ളിൽ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് കുറച്ചുകൂടി ബെസ്റ്റ് കുട്ടികൾക്ക് കൊടുത്തയക്കാൻ. ഇനി നമുക്ക് സോഫ്റ്റ് കുറച്ചും കൂടി അതായത് തേങ്ങ കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഒരു ബോൾസ് സോഫ്റ്റ് കൂടും. ഞാൻ 1.5 തേങ്ങയല്ലേ ഇട്ടു, 2-2.5 തേങ്ങ വരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു അളവിന് ഉപയോഗിക്കാവുന്നതാണ്. തേങ്ങ അത്രയും ഇടുമ്പോൾ നമുക്ക് അത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഇനി ഇത് മോൾക്ക് കൊണ്ടുപോകേണ്ട കണ്ടെയ്നറിൽ ഞാൻ ഇത് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവളോട് കഴിക്കാൻ പറയണോ കഴിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല. ഞാൻ മാക്സിമം പറഞ്ഞു വിടുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മക്കളും ഇങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കൊടുത്തയച്ചിട്ട് ഒന്ന് റിസൾട്ട് ഉണ്ടെങ്കിൽ പറയണേ, ഉണ്ടാവും ഉറപ്പാണ്.